മുൻപ് അനാർക്കലി എന്ന സിനിമയെ പറ്റിയുള്ള വീഡിയോയിൽ നമുക്കൊക്കെ എന്ത് പ്രണയം എന്ത് പ്രണയ സിനിമ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഒന്ന് ഇരുത്തി ആലോചിച്ചപ്പോൾ മനസ്സിലായി അതിപ്പം ഞാൻ ജീവിതത്തിൽ എത്തി നിൽക്കുന്ന സ്റ്റേജും അതിലെ ചുറ്റുപാടുകളും കൊണ്ട് ഞാൻ അതുപോലുള്ള സിനിമകളിൽ നിന്ന് അകന്നു പോയതാണ്. എന്നാൽ എല്ലാത്തരം പ്രണയ സിനിമകളും കണ്ടിരുന്ന കാണാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ടൈം എനിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ട ഒരു കിടിലൻ തമിഴ് റൊമാൻറ്റിക് മൂവിയായിരുന്നു ഇത്. ഒരു റൊമാൻറ്റിക് മൂവി എന്നതിലുപരി ഒരു രോഗാവസ്ഥയെ കൂടി ചർച്ച ചെയ്യുന്ന ഒരു സിനിമ. തീർച്ചയായും ആ ഒരു എലമെന്റ് കൂടെയാണ് ഒരു ആവറേജ് ഹാപ്പി എൻഡിങ് റൊമാൻറ്റിക് സിനിമയിൽ നിന്ന് ഈ സിനിമയെ വേറിട്ട് നിർത്തുന്നത്. എന്നെ സംബന്ധിച്ച് ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ചാൽ, പോണ്ടിച്ചേരി, കോയമ്പത്തൂർ പോലുള്ള സ്ഥലങ്ങൾ ഓരോ തവണ വിസിറ്റ് ചെയ്തതൊഴിച്ചാൽ എനിക്ക് തമിഴ്നാട്ടിൽ വേറെ എവിടെയും പോയതായോ ജീവിച്ചതായോ യാതൊരുവിധ എക്സ്പീരിയൻസും ഇല്ല. എന്നിരുന്നാലും ഇതിൽ നായകന്റെയും നായികയുടെയും പ്രണയത്തിന്റെ തുടക്കകാലം കാണിക്കുമ്പോൾ സ്ക്രീനിൽ വരുന്ന ആ ഒരു ചെന്നൈയിലെ റെസിഡൻഷ്യൽ ഏരിയയുടെ അറ്റ്മോസ്ഫിയർ എനിക്ക് ഭയങ്കര കണക്ട് ആയിരുന്നു. മറ്റൊരു തമിഴ് സിനിമ കണ്ടിട്ടും ആ കഥ നടക്കുന്ന ഏരിയയുമായി എനിക്ക് ഒരിക്കലും ഇത്രയും കണക്ഷൻ തോന്നിയിരുന്നില്ല. മേ ബി നായകന്റെയും നായികയുടെയും പ്രണയത്തിൽ ഞാൻ ഒരുപാട് ഇൻവോൾവ് ആയതുകൊണ്ടാവാം അവരുടെ വീട് നിൽക്കുന്ന സ്ഥലം, അവരുടെ ട്യൂഷൻ ക്ലാസ്, നായിക മുൻപിൽ സൈക്കിളിലും നായകൻ പുറകിൽ ബൈക്കിലും വരുന്ന ഇരുവശത്തും മരങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ആ ഒരു വഴിയും ആ ഒരു ഈവനിങ് ടൈമും ഒക്കെ ഒരുപാട് കാലം എന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു. പിന്നെ ഇതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഞാൻ എപ്പോഴും കരുതും, എടോ തന്റെ യഥാർത്ഥ പ്രശ്നം താൻ ഭാര്യയോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമായിരുന്നു, താൻ ചാവുന്നതിലും നല്ലതല്ലേ അത് എന്നൊക്കെ ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കും. പക്ഷെ അവൾ അത് അറിഞ്ഞാൽ തന്നെ വിട്ടുപോകുമെന്നുള്ള പേടി ആ കഥാപാത്രത്തിന് കൊടുത്തുകൊണ്ട് എഴുത്തുകാരി ആ സിനിമയെ അതുപോലെ ഒരു ട്രാജിക് ക്ലൈമാക്സിൽ കൊണ്ടെത്തിച്ചു. എനിവേസ്, അതാണല്ലോ ഡ്രാമ, അതാണല്ലോ സിനിമ. പിന്നെ നായകന്റെയും നായികയുടെയും ടോപ്പ് നോച്ച് പെർഫോമൻസുകൾക്കപ്പുറം ഈ സിനിമയിൽ വേറൊരു ഹീറോ ഉണ്ട്. അതാരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. 10-14 വർഷങ്ങൾക്കിപ്പുറം ഹീസ് എ ബ്രാൻഡ് നൗ.